പരിശുദ്ധമായ റമളാൻ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണല്ലോ തറാവീഹ് നമസ്കാരം. തറാവീഹ് നമസ്കാരം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട്. ഉസ്താദേ, ഓരോ 2 റക്അത്തിൻ്റെ ഇടയിൽ എന്താണ് പറയേണ്ടത്? ഞങ്ങൾക്ക് സൂറത്ത് ഓതാൻ അറിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ. തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വലിയ കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തറാവീഹ് നമസ്കാരത്തിൻ്റെ നീയത്ത് വെക്കുമ്പോൾ 20 റക്അത്ത് തറാവീഹ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ചാൽ മതിയല്ലോ. ഓരോ 2 റക്അത്തിൻ്റെയും ഇടയിൽ നീയത്ത് സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരാൾ ചോദിച്ചിരുന്നു. തറാവീഹ് നമസ്കാരം നിന്ന് നിസ്കരിക്കണമെന്ന് നിർബന്ധമുണ്ടോ ഉസ്താദേ? ഞങ്ങൾക്ക് ഇരുന്ന് നിസ്കരിച്ചാലും മതിയോ? എന്താണ് അതിൻ്റെ ഉത്തരം? തറാവീഹ് നമസ്കാരത്തിൽ വജ്ജഹത്ത് ഓതേണ്ട ആവശ്യമുണ്ടോ ഉസ്താദേ? കാരണം വജ്ജഹത്ത് ഒരുപാട് നീണ്ട് നിവർന്ന് കിടക്കുമല്ലേ, അതിങ്ങനെ ഓതിയിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരുപാട് ടൈം പിടിക്കും. അതുപോലെ ഈ അത്തഹിയാത്ത് പൂർണ്ണമായിട്ടും ഓതണോ, സ്വലാത്ത് ഓതണോ, അതുപോലെ സ്വലാത്തിന് ശേഷമുള്ള അല്ലാഹു മഗ്ഫിർലി മാ ഖദ്ദംതു എന്ന് തുടങ്ങുന്ന ദുആ പറയണോ? അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഏതൊക്കെ ദിക്റുകൾ പറയണം? ഏതൊക്കെ ദുആകൾ പറയണം? നമുക്കൊന്ന് കേട്ടാലോ. തറാവീഹ് നമസ്കാരത്തിൻ്റെ ഇടയിൽ വുളൂ മുറിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ആ നമസ്കാരം പൂർത്തിയാക്കണോ, അത് ഉടൻ തന്നെ കൈയഴിച്ചു പോയി വുളൂ എടുക്കണോ? എന്ത് ചെയ്യണം ആ ഒരു ടൈമിൽ? തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട വളരെയധികം സുപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അൽഹംദുലില്ലാഹ് ഈ പരിശുദ്ധമായ റമളാൻ അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാനിൽ നമ്മളെല്ലാവരും വളരെയധികം ജാഗ്രതയോടെ കാണുന്ന ഒരു കാര്യമാണല്ലോ നിസ്കാരം. നിസ്കാരമെല്ലാം ജമാഅത്തായി പരമാവധി നിസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. നമസ്കാരങ്ങളിൽ ഫർള് മാത്രമല്ല, വളരെ ശക്തിമത്തായ സുന്നത്തായ ഒരുപാട് നിസ്കാരങ്ങളുണ്ട്. പ്രത്യേകിച്ച് റമളാനിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് തറാവീഹ് നമസ്കാരം. ബാക്കി നമസ്കാരങ്ങളൊക്കെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിത്ർ നിസ്കാരം, അതുപോലെ തസ്ബീഹ് നമസ്കാരം, തഹജ്ജുദ്, അതുപോലെ ഔവാബീൻ, ളുഹാ നിസ്കാരം, ഇതൊക്കെ നമുക്ക് വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും നിസ്കരിക്കാം, ഏത് സമയത്തും നിസ്കരിക്കാം. എന്നാൽ റമളാനിൽ മാത്രം സ്പെഷ്യലായ ഒരു നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അതായത് അല്ലാഹു തആല മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ, അല്ലാഹു ദോഷത്തരങ്ങൾ പുറത്തു നൽകും. അതാണല്ലോ നമുക്ക് വേണ്ടത്. ആ പാപങ്ങൾ പുറത്തു തരുന്ന ഒരു നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം. ഇനി ഞാനൊന്ന് പറയട്ടെ, തറാവീഹ് എന്ന ആ നിസ്കാരത്തെ പറ്റിയുള്ള പൊതുവെ മൊത്തത്തിൽ ഒരു കൺസെപ്റ്റ് ഉള്ളത്, ഒരു ചിന്ത ഉള്ളത്, ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു നിസ്കാരമാണ്. അങ്ങനെയല്ല, ഒരിക്കലുമല്ല. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സുന്നത്തായ നിസ്കാരമാണ് തറാവീഹ്. പല ഉമ്മമാരും ആ ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് നോമ്പ് തുറയുടെ ആ ഒതുക്കലും പിറക്കലെല്ലാം കഴിഞ്ഞ് ഇശാ നിസ്കരിച്ച് ചിലപ്പോൾ വിത്ർ നിസ്കരിച്ച് അവിടെ ഇരിക്കും. പലപ്പോഴും പല ആളുകളും, എല്ലാവരുമല്ല, ചില ആളുകളെങ്കിലും തറാവീഹിനെ ഒഴിവാക്കുന്നവരുണ്ട്. ഒരിക്കലും പാടില്ല. തറാവീഹ് നമസ്കാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ശക്തിമത്തായ സുന്നത്താണ്. ഇനി നമുക്ക് കടന്നു വരാം. തറാവീഹ് നമസ്കാരം ആദ്യം തന്നെ നമുക്ക് പഠിക്കാം. എത്ര റക്അത്താണ്? 20 റക്അത്താണോ, 8 റക്അത്താണോ, 12 ആണോ, 24 ആണോ, 32 ആണോ? ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട്. തറാവീഹ് നമസ്കാരം 20 റക്അത്ത് ആദ്യമായി ജമാഅത്തായി നമസ്കരിച്ചത്, തറാവീഹ് നമസ്കാരം 20 റക്അത്ത് ജമാഅത്തായി ആദ്യമായി നിസ്കരിച്ചത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. പിന്നെ ശേഷം വരുന്ന സ്വഹാബിമാരെല്ലാവരും പിന്നീട് ജമാഅത്തായിട്ടാണ് ഈ നിസ്കാരം നിർവഹിച്ചത്. അതിനു മുമ്പുണ്ടായിരുന്ന കാലത്ത്, അബൂബക്കർ തങ്ങളുടെയൊക്കെ കാലത്ത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ കാലത്ത് ഒറ്റക്കൊറ്റക്കായിരുന്നു സ്വഹാബിമാർ നിസ്കരിച്ചിരുന്നത്. പിന്നെ ആ ഒറ്റക്ക് നിസ്കരിക്കുന്ന എല്ലാവരെയും വിളിച്ചു ചേർത്ത് ജമാഅത്തായി നിസ്കരിച്ചത് ആരാണ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഇനി നമുക്കൊന്ന് നോക്കാം. ഉസ്താദെ, പല ആളുകൾക്കും സംശയമുണ്ട്. ചില ആളുകൾ 8 നിസ്കരിക്കുന്നവരുണ്ട്, ചില ആളുകൾ 12 നിസ്കരിക്കുന്നവരുണ്ട്. അങ്ങനെ നിസ്കരിച്ചാൽ കുഴപ്പമുണ്ടോ? തറാവീഹ് നമസ്കാരത്തിൻ്റെ പൂർണ്ണമായ റക്അത്തുകളുടെ എണ്ണം 20 ആണ്. ഇനി ഒരാൾ 8 ആണ് നിസ്കരിക്കുന്നത്, മതി. 8 നിസ്കരിച്ചാൽ ആ 8 നിസ്കരിച്ചതിൻ്റെ പ്രതിഫലമാണ് കിട്ടുക.
12 നിസ്കരിച്ചു, 12 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം. ഒരാളിന് 2 റക്അത്ത് നിസ്കരിച്ചു, 2 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം. ഒരാൾ 20 റക്അത്ത് നിസ്കരിച്ചാൽ പരിപൂർണമായ ആ നമസ്കാരം നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. അപ്പോൾ തറാവീഹ് നമസ്കാരം എന്താണ്? തറാവീഹ് നമസ്കാരം പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ സുന്നത്ത്? അതുപോലെ അതിൻ്റെ റക്അത്തുകളുടെ എണ്ണം എത്രയാണ്? ഈ 3 ചർച്ച കഴിഞ്ഞു. ഇനി അടുത്ത ചർച്ച തറാവീഹ് നമസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ്? എല്ലാ രാത്രിയിലും. ഏത്? റമളാനിലെ. അതായത് നാളെ റമളാൻ 1 ഇന്ന് ഇശാ നമസ്കാരത്തിന് ശേഷം സുന്നത്താക്കപ്പെടുന്ന നിസ്കാരമാണ് എന്ത്? തറാവീഹ്. ഇന്ന് മാത്രമല്ല, റമളാനിലെ മുഴുവൻ രാത്രികളിലും. അത് തുടങ്ങുന്നത് ഇശാ നമസ്കാരത്തിന് ശേഷം സുബഹിയുടെ ആ ബാങ്കിന് തൊട്ട് മുമ്പുള്ള സമയം വരെയാണ് തറാവീഹിൻ്റെ തറാവീഹ് നമസ്കരിക്കുന്നതിൻ്റെ സമയം. പകലിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല. നിസ്കരിക്കേണ്ടത് രാത്രിയിലാണ്. രാത്രിയിലെപ്പോൾ? മഗ്രിബിന് ശേഷമല്ല, ഇശാ നമസ്കാരത്തിന് ശേഷം സുബഹി നമസ്കാരം വരെയാണ്. ഇനി ഒരാൾ ഇശാ നിസ്കരിക്കാതെ തറാവീഹ് നിസ്കരിച്ചാലോ? ശരിയാകും. പക്ഷേ ഇശായാണ് ഏറ്റവും ആദ്യം നിസ്കരിക്കേണ്ടത്. മുൻഗണന കൊടുക്കേണ്ടത് ഇശാ നമസ്കാരത്തിനാണ്. ആദ്യം ഫർദ് നിസ്കരിച്ചിട്ടല്ല പിന്നെ സുന്നത്തിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് ആദ്യം ഇശാ നമസ്കരിക്കുക. ഇശായിന് ശേഷം ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത്. അതായത് റവാത്തിബ് സുന്നത്താണ് തറാവീഹ് നമസ്കാരത്തേക്കാൾ ശ്രേഷ്ഠത. റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് നമസ്കാരങ്ങൾ എന്ന് പറയുക. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇശാ നമസ്കരിക്കുക. ഇശാ നിസ്കരിച്ചതിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്, ഇശാന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആല വേണ്ടി നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞിട്ടായിരിക്കണം പരിശുദ്ധമായ തറാവീഹ് നമസ്കാരം 20 റക്അത്ത് നിസ്കരിക്കേണ്ടത്. ഇനി നമുക്ക് അത് കഴിഞ്ഞുള്ള ചർച്ച. ഈ 20 റക്അത്തിന്റെ നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത്? തറാവീഹ് നമസ്കാരം 20 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ അല്ല. തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്. ഓരോ 2 റക്അത്തിന്റെ ഇടയിലും നിയ്യത്ത് വെക്കണം. 2 റക്അത്ത് തറാവീഹ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി, ഇമാമാണെങ്കിൽ ഇമാമായി, അല്ലെങ്കിൽ മഅ്മൂമീങ്ങളാണെങ്കിൽ ഇമാമോട് കൂടി അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. ഈ നിയ്യത്ത് ഓരോ 2 റക്അത്തിന്റെ ഇടയിലും വെക്കണം. മൊത്തത്തിൽ 20 റക്അത്ത് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അതായത് തറാവീഹ് നമസ്കാരം 20 റക്അത്ത് 2 റക്അത്തുകളിലായി 10 സലാം വീട്ടലുകളിലൂടെയാണ് നിർവഹിക്കേണ്ടത്. ആ കാര്യം മനസ്സിലായില്ലേ? ഇനി അടുത്ത ചർച്ച, ജമാഅത്തായി നമസ്കരിക്കൽ ഏറ്റവും സുന്നത്തായ നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം. തറാവീഹ് നമസ്കാരം ഒറ്റക്കും നിസ്കരിക്കാം. പക്ഷേ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്നത് ജമാഅത്തായിട്ട് നമസ്കരിക്കലാണ്. തറാവീഹ് നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പള്ളികളിൽ ഉസ്താദുമാർ പറയും, അല്ലേ, മുഅദ്ദിൻ ഉസ്താദ് പറയും അസ്സലാത്ത ജാമിഅ എന്ന് പറയാറുണ്ട്. അപ്പോൾ ചില ഉമ്മമാർ ചിന്തിക്കും, ഉസ്താദെ ഇതൊന്നും ഞങ്ങൾ പറയാറില്ലല്ലോ, ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ വെറുതെ നിയ്യത്ത് പറഞ്ഞ് നിസ്കരിക്കണം, മതി, കുഴപ്പമില്ല, ഇതൊക്കെ സുന്നത്താണ്, പറഞ്ഞാൽ നല്ലതാണ്, പറഞ്ഞില്ലെങ്കിലെന്നും പറഞ്ഞ് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഇശാ നമസ്കാരം കഴിഞ്ഞ് അത് കഴിഞ്ഞുള്ള 2 റക്അത്ത് സുന്നത്ത്, ശേഷം തറാവീഹ് നമസ്കരിക്കുന്നതിന് മുമ്പ് അസ്വലാത്ത ജാമിഅ എന്ന് പറയൽ നല്ലതാണ്. അങ്ങനെ പറയാറുണ്ട്. പിന്നെ പല പള്ളികളിലും പല നാടുകളിലും പല രൂപത്തിലാണ് തറാവീഹിന് മുമ്പുള്ള വാക്കുകൾ പറയാറ്. ചില ആളുകൾ സ്വലാത്ത് പറയാറുണ്ട്, തസ്ബീഹ് പറയാറുണ്ട്, ദുആകൾ പറയാറുണ്ട്, ചിലപ്പോൾ ഖലീഫമാരുടെ പേര് പറയാറുണ്ട്. അങ്ങനെ പല രൂപത്തിലായിരിക്കും പല പള്ളികളിലും പല നാടുകളിലും ഈ തറാവീഹ് നമസ്കാരത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ തറാവീഹ് നമസ്കാരം തുടങ്ങുന്ന സമയത്തോ പറയാറുള്ളത്. പല ദിക്റുകളും പല ദുആകളൊക്കെ പറയാറുണ്ട്. എന്ത് പറഞ്ഞാലും നല്ലതാണ്. ഇനി ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഉമ്മമാർക്കൊക്കെ വലിയ ഒരു പ്രയാസമാണ്, വലിയ ദുഃഖത്തിലാണ്. എന്ത്, ഞങ്ങൾക്ക് ഈ പള്ളിയിൽ പറയുന്നത് പോലെ ഒന്നും പറയാൻ അറിയില്ല ഉസ്താദെ, ഞങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട. സ്വലാത്ത് പറയാൻ അറിയാവോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, സ്വലാത്ത് പറയാൻ അറിയാമോ? മതി, ആ സ്വലാത്ത് പറഞ്ഞാൽ മതി. ആ സ്വലാത്ത് പറഞ്ഞാൽ തന്നെ ഈ പ്രതിഫലമാണ്. ഇനി ഓരോ 2 റക്അത്തിൻ്റെയും ഇടയിൽ പ്രത്യേകം പറയൽ നല്ലതാണ്, പറഞ്ഞാൽ നല്ലതാണ്. എന്ത്?
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഹബീബി യാ റസൂലല്ലാഹ് എന്നൊക്കെ പറയാറുണ്ട്. പല പള്ളികളിലും പല രൂപമാണ്. നമ്മൾ നിൽക്കുന്ന നാട്ടിലെ നമ്മുടെ പള്ളിയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പല സ്വലാത്തുകൾ പറയാറുണ്ട്, ദിക്റുകൾ പറയാറുണ്ട്. ഇതൊക്കെ പറയൽ സുന്നത്താണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ജമാഅത്തായി നമസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ നിയ്യത്ത് വെക്കുമ്പോൾ ഓരോ 2 റക്അത്തിൻ്റെയും ഇടയിൽ നിയ്യത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ ഉമ്മമാരെ ഉപ്പമാരെ, നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. 2 റക്അത്ത് തറാവീഹ് നമസ്കാരം. അല്ലാഹു തആലാക്ക് വേണ്ടി ഇമാമാണെങ്കിൽ ഇമാമായി, അല്ലെങ്കിൽ മഅ്മൂമാണെങ്കിൽ ഇമാമോടുകൂടി നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. കൈകെട്ടി കഴിഞ്ഞ് പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ അല്ല, അതിനു മുമ്പ് വജ്ജഹ്തു ഓതൽ സുന്നത്താണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ഓതുന്ന വജ്ജഹ്തു ഓതാൻ ഒരുപക്ഷെ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായെന്ന് വരാം. ആ സമയത്ത് വജ്ജഹ്തു ഓതൽ സുന്നത്താണ്. ആ സുന്നത്ത് കിട്ടാൻ വജ്ജഹ്തു ഒഴിവാക്കൽ കറാഹത്താണ്. ആ കറാഹത്ത് ഇല്ലാതിരിക്കാൻ ഒരു ദിക്ർ പറഞ്ഞാൽ മതി. എന്താണ് ആ ദിക്ർ? സ്ക്രീനിൽ കാണാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്നെങ്കിലും പറയണം. കാരണം എന്താ? അള്ളാഹുവിനെ സനാ ചെയ്യുക, അള്ളാഹുവിനെ പുകഴ്ത്തലാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. സുബ്ഹാനല്ലാഹ് എന്നോ ഏറ്റവും നല്ലത് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് എന്ന് പറയുക. അപ്പോൾ കൈകെട്ടി നമ്മൾ എന്ത് പറഞ്ഞു? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്. ഇത് ഇമാമും പറയണം, മഅ്മൂമിങ്ങളും പറയണം. അത് കഴിഞ്ഞ് അഊദു ഓതാൻ പ്രത്യേകം സുന്നത്താൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ ഓതി വരിക. സ്പീഡിൽ ഓതരുത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് അക്ഷരങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോകും, അർത്ഥങ്ങൾ മാറിപ്പോകും. ആ നിസ്കാരം നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പാപമോചനത്തിനാണെങ്കിൽ പക്ഷെ പാപം കിട്ടുകയാണ് ചെയ്യുക. അള്ളാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് വളരെ സ്ലോവിലുമാവണ്ട, വളരെ സ്പീഡിലുമാവണ്ട, ഒരു മധ്യമായ നിലയിൽ അങ്ങോട്ട് ഓതി പോവുക. അങ്ങനെ ഫാത്തിഹ ഓതി. അത് കഴിഞ്ഞോ നമുക്കറിയാവുന്ന സൂറത്തുൽ ളുഹ എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഉസ്താദ്, എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഇഖ്ലാസ് അറിയാവോ? ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അറിയാമോ? അറിയാം. മതി. 20 റക്അത്തിലും ഖുൽ ഹുവല്ലാഹു ഓതിയാൽ മതി. അറിയാവുന്ന സൂറത്ത് ഓതിയാൽ മതി. അപ്പോൾ അറിയാവുന്ന സൂറത്ത് ഓതുക. ഖുൽ ഹുവല്ലാഹു അഹദാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, ആ സൂറത്തുൽ ഫീൽ തൊട്ട് 2 റക്അത്തിൽ ഇങ്ങനെ ഓതി പിന്നെ 10 റക്അത്താകുമ്പോൾ സൂറത്തുൻ നാസത്തും പിന്നെയും ആദ്യം തൊട്ട് ഓതുക. അങ്ങനെയും ഓതാം. അല്ലെങ്കിൽ വല്ലുഹ വല്ലൈലി ഇദാ സജ, വല്ലുഹ തൊട്ട് ഇങ്ങനെ ഓതി വരാം. അറിയാവുന്ന സൂറത്ത് കുറേശ്ശെയാണെങ്കിലും ഓതുക. കാരണം അത് സുന്നത്താണ്. അത് കഴിഞ്ഞ് പിന്നെ റുകൂഅ്, പിന്നെ ഇഅ്തിദാൽ, പിന്നെ ആദ്യത്തെ സുജൂദിലെ ഇടയിലെ ഇരുത്തം, വീണ്ടും സുജൂദ്, പിന്നെ 2ാമത്തെ റക്അത്തിലേക്ക് അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞോ അഊദു ബില്ലാ, അവിടെയും അഊദ് ഓതൽ നല്ലതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിഹ ഓതുക. പിന്നെയും അറിയാവുന്ന സൂറത്ത് ഓതുക. വീണ്ടും റുകൂഅ്, ഇഅ്തിദാൽ, 1ാമത്തെ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം, 2ാമത്തെ സുജൂദ്. അത് കഴിഞ്ഞ് അത്തഹിയാത്ത്. ഈ അത്തഹിയാത്ത് എങ്ങനെയാണ് ഇരിക്കേണ്ടത്? പല ആളുകളും പല രൂപത്തിലിരിക്കാറുണ്ട്. ചില ആളുകൾ 1ാമത്തെ അത്തഹിയാത്തിൻ്റെ ഇരുത്തം ഇരിക്കാറുണ്ട്, ചില ആളുകൾ 2ാമത്തെ അത്തഹിയാത്തിൻ്റെ ഇരുത്തം ഇരിക്കാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇരിക്കുന്ന സമയത്ത് 2ാമത്തെ അത്തഹിയാത്ത്, നമ്മൾ ളുഹർ നമസ്കാരം, അസ്ർ നമസ്കാരം, ഇശാ നമസ്കാരം, അതുപോലെ തന്നെ മഗ്രിബ് നമസ്കാരം, സുബഹി നമസ്കാരം, ഇതിലൊക്കെ അവസാനത്തെ റക്അത്തിൽ നമ്മൾ ഇരിക്കൂലേ, ആ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഇരുന്നിട്ടോ അത്തഹിയാത്ത് ഓതുക. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ. അപ്പോൾ അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞ് സ്വലാത്ത്, അത് കഴിഞ്ഞ് സലാം. ഇതാണ് സാധാരണ നമ്മൾ അത്തഹിയാത്തിൽ, അവസാനത്തെ അത്തഹിയാത്തിൽ ഓതാറുള്ളത്. പക്ഷെ തറാവീഹ് നമസ്കാരം നമ്മൾ അധികം വേഗത്തിൽ നിസ്കരിക്കുന്നത് കൊണ്ട് ഈ സ്വലാത്തൊക്കെ നമുക്ക് ചൊല്ലാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായെന്ന് വരാം.
ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. നമുക്കെന്താണ്, വേഗത്തിൽ നിസ്കരിക്കുമ്പോൾ അതൊക്കെ പറയൽ ചിലപ്പോൾ ഒരു പ്രയാസം പോലെ തോന്നിയേക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത്തഹിയാത്ത് പൂർണ്ണമായും ഓതുക. അത് കഴിഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അത് കഴിഞ്ഞ് സലാം വീട്ടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ പറയൽ സുന്നത്താണ്. എന്ത് പറയൽ സുന്നത്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് പറയൽ സുന്നത്താണ്. പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഒഴിവാക്കൽ കറാഹത്താണ്. പറഞ്ഞാൽ സുന്നത്തിൻ്റെ പ്രതിഫലം കിട്ടും. ഏതായാലും നിസ്കരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി നിസ്കരിക്കലല്ലേ നല്ലത്. ഈ കാര്യങ്ങൾ കൂടി നിസ്കരിച്ചാൽ ആ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം പൂർണ്ണമായും കിട്ടും. അല്ലാതെ നിസ്കരിച്ചു എന്ന പേര് വരുത്തലല്ലല്ലോ വേണ്ടത്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത്തഹിയാത്തിൽ ഇരിക്കുക. അത്തഹിയാത്തിൽ ഇരുന്ന് അത്തഹിയാത്ത് ഓതുക. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു അതറിയാമല്ലോ, അത് ഓതുക. അത് കഴിഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അതിനുശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് പറയൽ സുന്നത്താണ്. ഇല്ലെങ്കിലോ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ എന്നെങ്കിലും പറയുക. ഒരു ദുആ അവിടെ നല്ലതാണ്. ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ, അതുപോലെ അള്ളാഹുവിൻ്റെ അദാബിനെ തൊട്ടുള്ള കാവൽ, ദജ്ജാലിൻ്റെ ഷർറിനെ തൊട്ടുള്ള കാവൽ, ഈ 3 കാവലും ചോദിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇനി ഇത് ഓതാൻ പറ്റുന്നില്ലെങ്കിലോ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നെങ്കിലും പറയൽ സുന്നത്താൻ. അത് കഴിഞ്ഞ് പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ 2 റക്അത്താണ് നമ്മൾ നിസ്കരിച്ചത്. ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് 20 റക്അത്ത് നിസ്കരിക്കുക. ഇതാണ് തറാവീഹ് നമസ്കാരം. ഓരോ 2 റക്അത്ത് കഴിയുമ്പോഴും ഉസ്താദ് എന്തൊക്കെ ദിക്റുകൾ പറയുന്നത് പള്ളിയിൽ നിന്നൊക്കെ കേൾക്കാം. എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഇല്ലെങ്കിൽ സ്വലാത്ത് അറിയാമല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അതറിയാമല്ലോ. അതറിയാമെങ്കിൽ അത് പറയുക. ഒരു 3 പ്രാവശ്യം പറഞ്ഞിട്ട് വീണ്ടും എഴുന്നേൽക്കുക, നിയത്ത് വെക്കുക, കൈകെട്ടി നിസ്കരിക്കുക. ഇതാണ് തറാവീഹ് നമസ്കാരം. വലിയ ആനയാണ്, കുതിരയാണ്, അങ്ങനെ ഒന്നുമില്ല. സാധാരണ നമ്മൾ നിസ്കരിക്കൂല സുന്നത്ത് നിസ്കാരം 2 റക്അത്ത്, അതുപോലെ തന്നെ. പിന്നെ നിയ്യത്തിൽ വ്യത്യാസമുണ്ട്. പിന്നെ അത്തഹിയാത്തിൻ്റെ കാര്യം, അതുപോലെ തന്നെ തുടക്കത്തിലുള്ള ഇഫ്തിതാഹിൻ്റെ ദുആ, അതായത് വജ്ജഹത്തു, ആ വജ്ജഹത്തും ശ്രദ്ധിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ നമസ്കാരം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് 20 റക്അത്ത് നിസ്കരിക്കുക. ഇതാണ് തറാവീഹ് നമസ്കാരം. ഇനി ചില ഉമ്മമാർ പറയാം, ചില ഉപ്പമാർ പറഞ്ഞേക്കാം, ഉസ്താദ് ഞങ്ങൾക്ക് ഒരു സൂറത്തും അറിയില്ല, ഫാത്തിഹ മാത്രം അറിയൂ. ഫാത്തിഹ അറിയാമല്ലോ, ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് സൂറത്ത് ഓതലാണ് സുന്നത്ത്. ഇനി ആ സുന്നത്ത് നമുക്ക് കിട്ടാൻ സൂറത്ത് അറിയാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെങ്കിലും പറയൽ സുന്നത്താണ്. അതായത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അത് കഴിഞ്ഞ് പിന്നെ സൂറത്തൊന്നും ഓതാൻ അറിയില്ല, ഏത് സൂറത്ത്, ഒരു സൂറത്തും അറിയില്ല എങ്കിൽ എന്താ, ഒന്നും വേണ്ട, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെങ്കിലും പറയൽ എന്താണ് സുന്നത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഖുർആനിൻ്റെ ഒരു ആയത്താണ്. അതുകൊണ്ട് ആ ആയത്ത് പറയൽ അവിടെ പ്രത്യേകം സുന്നത്താണ്. പിന്നെ നമ്മൾ സഫ് നിൽക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഇപ്പം കണ്ടുവരാറുള്ളത്, ഉമ്മമാരെല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടും. എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു സഹോദരി ഇമാമ് നിന്ന് നിസ്കരിക്കുന്നു. പരിസരത്തുള്ള എല്ലാ സഹോദരിമാരും നിസ്കരിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് ഒരു സഹോദരി നിന്ന് ഇമാമായി നിന്ന് നിസ്കരിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, അള്ളാഹു കൂലി നൽകും. ഇനി ചിലപ്പോൾ ഒരു മുത്തഅല്ലിം ആരെങ്കിലും വന്ന് നിസ്കരിക്കുന്ന ഒരു പതിവുണ്ട്, അങ്ങനെയും നിസ്കരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനൊന്ന് പറയട്ടെ, എൻ്റെ ഉമ്മമാരും എൻ്റെ സഹോദരിമാരും അവരവരുടെ സ്വന്തം വീട്ടിൽ നിസ്കരിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അതാണ് ഏറ്റവും ഖൈർ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ പെങ്ങളുണ്ട് എങ്കിൽ അവർ 3 പേരും കൂടി എൻ്റെ വീട്ടിൽ തന്നെ നിസ്കരിക്കലാണ് ഖൈർ. കാരണം തറാവീഹ് നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ആ തറാവീഹ് നമസ്കാരത്തിൻ്റെ ആമീൻ പറയാൻ, തറാവീഹ് നമസ്കാരം സ്വീകരിക്കണേ എന്ന് നമുക്ക് വേണ്ടി ദുആരക്കാൻ അള്ളാഹു റഹ്മത്തിൻ്റെ മലക്കുകളെ ആ നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിടുമെന്നാണ്. അപ്പോൾ എന്തിനാണ് മറ്റുള്ളവരുടെ വീട്ടിൽ ആ മലക്കുകളെ കൊണ്ടുപോയി വെക്കുന്നത്? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആ മലക്കുകൾ ക്ഷണിക്കാൻ പാടില്ലേ? നമുക്ക് ആ റഹ്മത്ത് കിട്ടണ്ടേ? അതുകൊണ്ട് ഞാനിത് മറ്റുള്ളവരുടെ വീട്ടിൽ പോകുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയോ അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറയുകയോ അല്ല. നമ്മുടെ വീട്ടിൽ നിസ്കരിക്കാൻ അത്യാവശ്യം ജമാഅത്തിന് 1-2 ആളുകൾ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നിസ്കരിക്കലാണ് ഖൈർ.
ഇനി ഉസ്താദെ ഞങ്ങൾക്ക് അങ്ങനെ നിസ്കരിച്ചാലും റാഹത്താവൂല, ഞങ്ങൾക്ക് ഇന്ന വീട്ടിൽ പോയി അവിടെ കുറച്ച് പഠിച്ച ഒരു സഹോദരിയുണ്ട്, കുറച്ച് ദീനിയായ കാര്യങ്ങളൊക്കെ അറിയാം, അവരുടെ പുറകിൽ നിന്ന് നിസ്കരിച്ചാലേ ശരിയാകൂ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ വീട്ടിൽ പോയി നിസ്കരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് ആ വീട്ടിൽ ഒരുമിച്ച് കൂടുന്നത് അല്ലേ? നിസ്കരിക്കുന്നതിൻ്റെ പേരിൽ നിസ്കരിക്കാൻ വേണ്ടി ആ പെണ്ണുങ്ങളെല്ലാം ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടും. നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകുമോ ഇതുക്കങ്ങൾ? പള്ളിയിൽ നിന്ന് കാക്ക, ഭർത്താവ് അല്ലെങ്കിൽ വാപ്പ, മക്കൾ വീട്ടിലേക്ക് വന്ന് അവർ വീട്ടിലുള്ള ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും ഇവിടെ നിന്ന് നിസ്കാരം ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിസ്കാരമൊക്കെ പണ്ടേ കഴിഞ്ഞ് കാണും. അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവിടുത്തെ കാര്യം, ഇവിടുത്തെ കാര്യം, ആ കാര്യം, ഈ കാര്യം, ഇങ്ങനെ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ പറയാൻ സാധ്യതയുണ്ട്. നിങ്ങളൊക്കെ പറയുന്നില്ല കേട്ടോ, നിങ്ങളൊക്കെ നല്ലവരാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മമാരും നിങ്ങളൊക്കെ സ്വാലിഹീങ്ങളാണ്, സ്വാലിഹാത്തുകളാണ്. പക്ഷേ അങ്ങനെ പറയുന്നവരുണ്ടാവാം. ഈ മറ്റുള്ളവരുടെ കുറ്റം കുറവൊക്കെ ആ പരിശുദ്ധമായ രാത്രിയിൽ ആ തറാവീഹ് നമസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്ന് പറഞ്ഞാൽ എത്രമാത്രം ശിക്ഷയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോവുക. പകൽ പിടിച്ച നോമ്പൊക്കെ വെറുതെ വെള്ളത്തിൽ ഒഴുക്കി വിടുന്നത് പോലെയാണ് ഓരോ ആളുകളുടെ സംസാരം. പകലൊക്കെ ഭയങ്കര ഖുർആനോത്തും ദിക്റൊക്കെ ഉണ്ടാകും. അവസാനം രാത്രിയാകുമ്പോൾ തറാവീഹിന് വേണ്ടി എന്നുള്ള പേരിൽ ഒരുമിച്ച് കൂടിയിട്ട് കുറ്റം കുറവൊക്കെ പറഞ്ഞ് എല്ലാ അമലുകളും ബാത്തിലാക്കുന്ന ഒരു പ്രവൃത്തി പല സ്ഥലത്തും കാണാറുണ്ട്. അത് ഉണ്ടാവാൻ പാടില്ല. തറാവീഹ് നമസ്കാരം നിന്ന് നിസ്കരിക്കണമെന്ന് നിർബന്ധമുണ്ടോ ഉസ്താദെ? ഞങ്ങൾക്ക് ഇരുന്ന് നിസ്കരിച്ചാലും മതിയോ? മതി, കുഴപ്പമില്ല. നിന്ന് നിസ്കരിക്കലാണ് അഫ്ളല്, ശ്രേഷ്ഠത. ഇരുന്ന് കാലിപ്പോൾ 20 റക്അത്താണല്ലോ, 20 റക്അത്ത് നിന്ന് നിസ്കരിക്കാൻ പറ്റൂല, കുഴപ്പമില്ല. നിങ്ങൾക്ക് താഴെ ഇരുന്നോ അല്ലെങ്കിൽ കസേരയിൽ ഇരുന്നോ നിസ്കരിക്കാവുന്നതാണ്. ചില ആളുകൾ ചോദിക്കുന്നു, ഉസ്താദെ തറാവീഹ് നിസ്കാരത്തിന് എങ്ങനെയാണ് ഇക്കാമത്ത് കൊടുക്കേണ്ടത്? സത്യം പറഞ്ഞാൽ തറാവീഹ് നമസ്കാരത്തിന് ബാങ്കുമില്ല, ഇക്കാമത്തുമില്ല, ബാങ്കുമില്ല. പിന്നെ പള്ളിയിലാണെങ്കിൽ അവിടെ ഇവിടേക്ക് ഇരിക്കുന്ന ആളുകളെ ഒന്ന് ഒരുമിച്ച് കൂട്ടി നിസ്കാരം തുടങ്ങാൻ പോവുകയാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് പള്ളിയിൽ സാധാരണ മുഅദ്ദിൻ ഉസ്താദുമാർ അസ്സലാത്ത ജാമിഅ എന്ന് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ പറയൽ എന്താണ്? അതൊരു ഇക്കാമത്തല്ല, പക്ഷെ അതൊന്ന് അറിയിക്കലാണ്. നിസ്കാരം തുടങ്ങാൻ പോവുകയാണ് കേട്ടോ എന്നൊരു അറിയിക്കലാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ബാങ്കും ഇക്കാമത്തും ഇല്ലാത്ത നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം. അപ്പോൾ എന്താ, സഹോദരിമാരും വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടി, ഒരു വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടി നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് നിസ്കരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു 3 സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മുഹമ്മദ്, ഒരു 3 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുക. അപ്പോൾ എല്ലാവരും സഫായിട്ടൊക്കെ നിൽക്കും, ഒന്ന് സഫായിട്ട് നിൽക്കും. എന്നിട്ട് പിന്നെ നിങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. വീണ്ടും ചില ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, ഉസ്താദെ ഈ 20 റക്അത്താണല്ലോ തറാവീഹ് നമസ്കാരം, പകൽ മുഴുവനും പട്ടിണി കിടന്ന് മഗ്രിബിൻ്റെ സമയത്ത് പള്ള നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിസ്കരിക്കാൻ വരുന്ന നിസ്കാരമാണ് തറാവീഹും. പലപ്പോഴും തറാവീഹ് നമസ്കാരത്തിൻ്റെ ഇടയിൽ വുളൂ മുറിയാൻ ചാൻസ് ഉണ്ട്, ഗ്യാസുകളൊക്കെ വന്ന്. അപ്പോൾ ഈ വുളൂ മുറിഞ്ഞാൽ, ഇപ്പോൾ തറാവീഹ് നമസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ 1-ാമത്തെ റക്അത്താവട്ടെ 2-ാമത്തെ റക്അത്താവട്ടെ നിസ്കരിക്കുമ്പോൾ വുളൂ മുറിഞ്ഞാൽ എന്ത് ചെയ്യും? അതായത് കീഴ്വായു വന്ന് വുളൂ മുറിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ പല ആളുകൾക്കും സംശയമുണ്ട്. ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ആ രൂപത്തിൽ വുളൂ മുറിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഒന്നുകിൽ നേരെ പോയി അവിടെ ഇരിക്കുക. കീഴ്വായി പോയാൽ, അവിടെ ഗ്യാസ് പോയാൽ അപ്പോൾ വുളൂ മുറിഞ്ഞ് പിന്നെ നിസ്കരിക്കാൻ പാടില്ല. വുളൂ ഇല്ലാതെ നമുക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് ചെയ്യണമെങ്കിൽ വുളൂ വേണം. വുളൂ മുറിഞ്ഞ സ്ഥിതിക്ക് പിന്നെ സുജൂദ് ചെയ്യാൻ പാടില്ല, പിന്നെ നിസ്കാരം അത് നമുക്ക് പൂർത്തിയാക്കാൻ പാടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നേരെ പോയി അവിടെ ഇരിക്കുക. കാരണം നമുക്ക് ചിലപ്പോൾ തിരിഞ്ഞു പോകാൻ പറ്റില്ല. ഇനി ഏറ്റവും ബാക്കിൽ സൊഫിലാണെങ്കിൽ നമുക്ക് നേരെ ഇരിക്കേണ്ട കാര്യമില്ല, നേരെ പോയി വുളൂ എടുത്തിട്ട് വന്ന് വീണ്ടും നമുക്ക് അവിടെ നിൽക്കാം. പക്ഷേ ഇടയിലെ സൊഫുകളാണെങ്കിൽ നിൽക്കുന്നതെങ്കിൽ നമുക്ക് പോകാൻ പ്രയാസമാകും. അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുക. നമ്മൾ നാണക്കേടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അള്ളാൻ്റെ മുമ്പിൽ എന്ത് നാണക്കേടാ? ഇതെല്ലാവർക്കും ഉള്ള കാര്യമല്ല ഇതൊക്കെ. ആ ഒരു റക്അത്ത് നിസ്കാരം പൂർത്തിയായാൽ നമ്മൾ എഴുന്നേറ്റ് പോയി വുളൂ എടുക്കുക. പിന്നീട് വന്ന് അവരുടെ കൂടെ നിസ്കാരം പൂർത്തിയാക്കി നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ 2 റക്അത്ത് തറാവീഹ് നമസ്കാരം നമുക്ക് പിന്നീട് ഒറ്റയ്ക്ക് നിസ്കരിക്കാം. അതായത് ആ നിസ്കാരമൊക്കെ കഴിയുമ്പോൾ, ആ തറാവീഹ് നമസ്കാരമൊക്കെ കഴിയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് ആ 2 റക്അത്ത് നിസ്കരിക്കുക. ഇതാണ് അതിൻ്റെ പരിഹാരം. അങ്ങനെ 20 റക്അത്ത് പരിശുദ്ധമായ തറാവീഹ് നമ്മൾ നമസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത്, തറാവീഹിന് ശേഷം ദുആ ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് എന്ന് മാത്രമല്ല നല്ല ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്.
ഏത് ദുആയാണ്, ഏത് ദുആയും ചെയ്യാം. പക്ഷേ ഉലമാക്കൾ തറാവീഹിന് ശേഷം ചെയ്യേണ്ട പ്രത്യേകമായ ഒരു ദുആ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ദുആ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ആ ദുആ പഠിച്ചു വെക്കുക. അറിയില്ലാത്തവരെ എഴുതിയെടുത്തോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ, എങ്ങനെയാണോ ആ ദുആ പഠിച്ചു വെക്കുക. എന്താണ് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും? അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമളാൻ ഉതഖാഅ വതുലഖാഅ വഖുലസാഅ വഉമനാഅ മിനന്നാർ ഇജ്അൽനാ മിൻ ഉതഖാഇക വതുലഖാഇക വഖുലസാഇക വഉമനാഇക മിനന്നാർ. അത് 3 വട്ടം, ഇതുവരെയുള്ള ആ ഒരു ദുആ 3 വട്ടം പറയുക. ഒരു വട്ടം പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയാലോ. അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമളാൻ. അല്ലാഹുവേ, പരിശുദ്ധമായ പവിത്രമായ ഈ റമളാൻ, ആ റമളാനിൻ്റെ ഓരോ രാത്രിയും, അല്ലാഹുവേ റമളാനിലെ ഓരോ രാവിലും നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്നവരും നിർഭയത്വം നൽകപ്പെടുന്നവരുമായ ഒരുപാട് ദാസന്മാർ നിന്റെ കണക്കിലുണ്ടല്ലോ അല്ലാ. അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ചേർക്കണേ അല്ലാ എന്നാണ് ഇപ്പോൾ പറഞ്ഞ ദുആഇൻ്റെ അർത്ഥം. അതിനുശേഷം നമ്മൾ പറയുക ഇജ്അൽനാ യാ ഇലാഹനാ യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു മിനസ് സുഅദാഇൽ മഖ്ബൂലീൻ വലാ തജ്അൽനാ മിനൽ അഷ്ഖിയാഇൽ മത്റൂദീൻ റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഞങ്ങളുടെ ആരാധ്യനായ റബ്ബേ, നിന്റെ സ്വീകാര്യരായ വിജയികളിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ. അകറ്റപ്പെടുന്ന പരാജിതരിൽ പെടുത്തല്ലേ അല്ലാ. ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സത്യവിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഒരു വിശ്വാസിയോടും ഞങ്ങളുടെ മനോമുഖരത്തിൽ നീ വിദ്വേഷമുണ്ടാക്കരുതേ. നാഥാ, നീ കൂടുതൽ പുറത്തു നൽകുന്നവനും കാരുണ്യവാനുമാണല്ലോ എന്നാണ് ആ ദുആഇൻ്റെ അർത്ഥം. അപ്പോൾ ആ ദുആ ഇങ്ങനെ പാരായണം ചെയ്യുക. അതിന് വലിയ ശ്രേഷ്ഠതയാണ്. കാരണം മഹാന്മാരായ ഉലമാക്കൾ അവർ നിത്യമായി തറാവീഹ് നിസ്കാരത്തിന് ശേഷം ചെയ്തു വന്ന ദുആയാണ്, പാരമ്പര്യമായി നമുക്ക് കിട്ടിയ ദുആയാണ്. ആ ദുആ പഠിച്ചു വെക്കുക. ഉമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ ദുആ ചെയ്യുക. അത് ദുആ ചെയ്യുമ്പോൾ മഅ്മൂമീങ്ങളായ നമ്മൾ ആമീൻ പറയുക. അതിനുശേഷം ഈ ദുആ പറഞ്ഞത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? നീയത്ത് വെക്കാം. കാരണം റമളാനിലെ നമുക്ക് നിർബന്ധമായ നോമ്പിൻ്റെ നീയത്ത് തലേ രാത്രി തന്നെ വെക്കേണ്ടതുണ്ട്. സുബ്ഹിക്ക് ശേഷം 7 മണി 8 മണിക്കൊന്നും വെച്ചാൽ ശരിയാവൂല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ സമയത്ത് തന്നെ തറാവീഹ് നമസ്കരിച്ചതിന് ശേഷമുള്ള ആ ഒരു ടൈം, അതായത് വിത്ർ നിസ്കരിക്കുന്നതിന് മുമ്പ് തറാവീഹ് നമസ്കാരത്തിന് ശേഷമുള്ള ആ ടൈം ഉണ്ടല്ലോ, അവിടെ എന്ത് ചെയ്യുക? നമ്മൾ സ്ഥിരമായി തന്നെ ഈ നീയത്ത് വെക്കാൻ പഠിക്കുക. നീയത്ത് അങ്ങോട്ട് വെച്ചേക്കുക. പിന്നെ നമുക്കൊരു ഇഷ്കാൽ സംശയം ഉണ്ടാവില്ല. അപ്പോൾ നീയത്ത് വെക്കുക. എങ്ങനെയാണ് നീയത്ത്? നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിന് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചു വീടുവാൻ ഞാൻ കരുതി. ഇതാണ് നീയത്ത്. അങ്ങനെ നീയത്ത് വെക്കുക. ഇത് ഇമാമുണ്ടെങ്കിൽ ഇമാം ഇങ്ങനെ ഉറക്കെ പറയുക. അത് കേട്ട് മഅ്മൂമിങ്ങൾ പറയട്ടെ. ഇത് നമുക്ക് സ്വന്തമായിട്ട് വെക്കണമെങ്കിൽ വെക്കാം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ ഇഖ്ലാസൊക്കെ ഓതിയിട്ട് വേണമെങ്കിൽ നമുക്ക് ദുആ രക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത നമസ്കാരമാകുന്ന വിത്ർ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. വിത്ർ നമസ്കാരം 3 റക്അത്താണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ ഇതാണ് തറാവീഹ് നമസ്കാരത്തിൻ്റെ മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട മൊത്തത്തിലെ മസലകൾ. തറാവീഹ് നമസ്കാരത്തിൻ്റെ ഇടയിൽ ഒരുപാട് തമാശകൾ നമുക്ക് കാണാം. തമാശകളെന്ന് നമ്മൾ പറയുമെങ്കിലും അതൊക്കെ വളരെയധികം ഗൗരവത്തോടെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് യുവാക്കൾ, ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത്? നമ്മളിപ്പോൾ തറാവീഹ് നമസ്കരിക്കാൻ എടുക്കുന്ന 1 മണിക്കൂറായിരിക്കും ഏകദേശം. ആ 1 മണിക്കൂർ നമ്മുടെ ഫോണൊന്ന് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സൈലൻ്റ് ആക്കി ഒന്ന് മാറ്റി വെക്കുകയോ ചെയ്യുക. ഓരോ 2 റക്അത്ത് കഴിയുമ്പോഴും ആ ഫോൺ എടുക്കുക, വാട്സപ്പ് നോക്കുക, എന്തെങ്കിലും മെസ്സേജ് ആരെങ്കിലും വിട്ടിട്ടുണ്ടോ ഒന്ന് ഫേസ്ബുക്കിൽ കയറി നോക്കുക, പിന്നെ മടക്കി വെക്കുക, പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച് വീണ്ടും വാട്സപ്പ് എടുത്ത് നോക്കുക, ആരെങ്കിലും മെസ്സേജ് വിട്ടിട്ടുണ്ടോ. ഇത് തന്നെ പരിപാടിയാണ്. ആ 2 റക്അത്തിൻ്റെ ഇടയിൽ പറയേണ്ട ദിക്റും സ്വലാത്തും ഒന്നും പറയാതെ അവൻ്റെ ദിക്റും സ്വലാത്തും വേണ്ട വാട്സപ്പിലൂടെ വാട്സപ്പ് നോക്കലാണ്. ചിലപ്പോൾ പള്ളിയുടെ പുറത്തിറങ്ങിയിട്ട് ഇശാ കഴിയുമ്പോൾ ഫുള്ള് വലിയ ചർച്ചകൾ, വലിയ പൊട്ടിച്ചിരിയും തമാശ പറച്ചിലും ഒക്കെ. അത് കഴിഞ്ഞ് നിസ്കാരം ഈ തറാവീഹിൻ്റെ 1-ാമത്തെ റക്അത്ത് തീരാറാകുമ്പോൾ വന്ന് കൈകെട്ടും. അങ്ങനെ പല തരികിടകളും ചെയ്യുന്ന പല ആളുകളുമുണ്ട്. അതിലൊന്നും ഉൾപ്പെടാൻ നിൽക്കണ്ട
ഇനിയുള്ള കാലം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നല്ലൊരു ജീവിതമാക്കി മാറ്റുക. അതിന് വലിയൊരു അവസരമാണ് പരിശുദ്ധമായ റമദാൻ. ആ റമദാൻ നമുക്ക് അനുകൂലമാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി തറാവീഹ് നമസ്കരിക്കാൻ, അതിൻ്റെ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ. ഇങ്ങനെ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അൽഹംദുലില്ലാ വരുന്ന വീഡിയോകൾ എല്ലാവരും നിങ്ങളുടെ കുടുംബക്കാരിലേക്ക്, കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. റമദാനാണ്. നമ്മളൊരു ഷെയർ ചെയ്യുമ്പോൾ അതൊരു സ്വതക്കയുടെ രൂപത്തിൽ അത് അള്ളാഹു നമ്മളിൽ നിന്നും കബൂലാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ പരിപാവനമായ ഈ റമദാൻ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ഖത്മുൽ ഓതുന്ന ഉമ്മമാരുണ്ട്, ഒരുപാട് ദിക്റുകൾ പറയുന്ന, ഒരുപാട് ദുആകൾ പറയുന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാ എല്ലാവർക്കും അള്ളാഹു തആല ഇരട്ടി പ്രതിഫലം നൽകുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾ ശിഫയാക്കുമാറാവട്ടെ. ആരെല്ലാം കമൻറ്റുകൾ രേഖപ്പെടുത്തി ദുആ വസീയത്ത് പറയുന്നു, എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഒരുപാട് ഉമ്മമാർക്കും ഉപ്പമാർക്കുമുള്ള സംശയമാണ്, ബാത്റൂമിൽ നമുക്ക് വുളൂ എടുക്കാമോ? ഇവിടെ ബാത്റൂം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അത് മൂന്നായിട്ട് നമുക്ക് ഭാഗിക്കാം. ബാത്റൂമിൽ നമ്മൾ ടോയ്ലറ്റ് ഉണ്ട്, ആ ടോയ്ലറ്റ് മാത്രമുണ്ട്. അതുപോലെ കുളിക്കുന്ന കുളിപ്പുര ഹമ്മാമുണ്ട്. അതുപോലെ രണ്ടും കൂടി ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള എല്ലാം കൂടി ചേർന്നിട്ടുള്ള ബാത്റൂമും ഉണ്ടാകും. ടോയ്ലറ്റും അതുപോലെ കുളിപ്പുര എല്ലാം കൂടെ ഉള്ളതും ഉണ്ടാകും. ഇവിടെ എവിടെയാണ് വുളൂ ചെയ്യാൻ പറ്റുന്നത്, എവിടെ വുളൂ ചെയ്യാൻ പാടില്ല? വിശദമായി ബാത്റൂമിൽ വുളൂ ചെയ്യാമോ, ബാത്റൂമിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് വുളൂ ചെയ്യാമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ബാത്റൂമിൽ വുളൂ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ, ആ സംശയങ്ങൾ മുഴുവനും അൽഹംദുലില്ലാ നിവർത്തിക്കൊണ്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.